A+2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധുക്കളായ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായി ലഭിക്കുന്ന ഒരു തുകയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. സർക്കാർ നൽകുന്ന എല്ലാ സാമ്പത്തിക ധനസഹായങ്ങളും ഞങ്ങളുടെ A+2 ചാനലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അതിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ ലഭിക്കും. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ എപ്പിസോഡുകൾ സമയോചിതമായി തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ ലഭിക്കുകയും ചെയ്യും. ചോദ്യോത്തര രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് കൂടുതൽ ലളിതമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് പറയുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സാധുക്കളായ വിധവകളുടെ പെൺമക്കൾക്ക് ലഭിക്കുന്ന വിവാഹ ധനസഹായം. ഈ ധനസഹായം ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്? സാമൂഹ്യ നീതി വകുപ്പാണ് ഈ ധനസഹായം ആവിഷ്കരിച്ചിരിക്കുന്നതെങ്കിലും ഇതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നതും അപേക്ഷ വിതരണം ചെയ്യുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ പഞ്ചായത്തിലാണെങ്കിൽ അവിടെ, നഗരസഭ, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ പഞ്ചായത്ത് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കോ ആണ് അപേക്ഷ കൊടുക്കാനുള്ളത്. എത്ര തുകയാണ് ലഭിക്കുക? 30,000 രൂപ ഒറ്റ തവണയായിട്ടാണ് ഇതിന് ലഭിക്കുക. ഇതിന് അപേക്ഷ എവിടെയാണ് നൽകേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നേരിട്ട് നൽകാം, അക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകാം, ഓൺലൈനായും നിങ്ങൾക്ക് ഇതിന് അപേക്ഷ നൽകാം. ഈ സഹായധനത്തിന് അപേക്ഷിക്കാനുള്ള അർഹത ആർക്കൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാധുക്കളായ വിധവകളുടെ പെൺമക്കൾക്കാണ് ഈ ധനസഹായം. ഈ പെൺമക്കൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. രണ്ടാമതായി, ഈ പെൺകുട്ടികൾ വിധവകളുടെ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ അല്ലെങ്കിൽ 7 വർഷമായി ഭർത്താവിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുന്ന സ്ത്രീകളുടെ പെൺമക്കൾക്കാണ് ഈ ധനസഹായത്തിന് അർഹതയുള്ളത്. ഇനി ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് വരുമാന പരിധിയുണ്ടോ? 2 ലക്ഷം രൂപയാണ് വരുമാന പരിധിയുള്ളത്. ഇതിന് ഏതൊക്കെ രേഖകളാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി സമർപ്പിക്കേണ്ടത്? 1, വിധവകളാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ് അല്ലെങ്കിൽ വിവാഹമോചനം നേടിയ സ്ത്രീകളാണ് എന്ന് തെളിയിക്കുന്ന രേഖ വേണം. അതിന് ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാകും. പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നുള്ള രേഖ മതിയാകും. ഭർത്താവ് മരണപ്പെട്ടു എന്ന് കാണിക്കുന്ന, നിങ്ങളുടെ താമസിക്കുന്ന പഞ്ചായത്ത് പ്രദേശത്താണെങ്കിൽ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അവിടുത്തെ ചെയർമാൻ്റെ, കോർപ്പറേഷനാണെങ്കിൽ അവിടുത്തെ മേയറുടെ സർട്ടിഫിക്കറ്റും മതിയാകും. മറ്റൊരു രേഖ, 3 വർഷമായി പെൺകുട്ടി കേരളത്തിൽ സ്ഥിരതാമസമുണ്ട് എന്ന് കാണിക്കുന്ന രേഖയാണ്. വില്ലേജ് ഓഫീസിൽ നിന്നും ആ രേഖ നിങ്ങൾക്ക് ലഭിക്കും. ഇനി വേണ്ടത്, വിവാഹം നിശ്ചയിച്ചു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു രേഖ വേണം. അത് വെള്ളക്കടലാസിൽ വിവാഹം നിശ്ചയിച്ചു എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ, ഒരു സത്യവാങ്മൂലം നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവിൻ്റെ, പ്രതിശ്രുത വരൻ്റെ ഒരു സത്യവാങ്മൂലമായാലും മതിയാകും. വരുമാനം തെളിയിക്കുന്ന രേഖ ഞാൻ പറഞ്ഞു. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം രേഖകൾ മതിയാകും. ഇനി വിവാഹത്തിന് 1 മാസം മുമ്പാണ് ഈ അപേക്ഷ കൊടുക്കാനുള്ളത്. എന്നാൽ വിവാഹം കഴിഞ്ഞു, നമ്മൾ കൊടുക്കാൻ വിട്ടുപോയി, മനുഷ്യരാണല്ലോ, പലപ്പോഴും അങ്ങനെ അബദ്ധം പറ്റാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത് ഏകദേശം 3 വർഷം വരെ ഇത് മാപ്പാക്കി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള ഒരു വെള്ളക്കടലാസിലെ
ഒരു മാപ്പപേക്ഷ കൊടുക്കണം. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയുടെ 2 പകർപ്പുകൾ കൊടുക്കണം. ആധാറിൻ്റെ പകർപ്പ് കൊടുക്കണം. റേഷൻ കാർഡിൻ്റെ പകർപ്പ് കൊടുക്കണം. ഇത്രയുമാണ് രേഖകളായി നിങ്ങൾ സമർപ്പിക്കാനുള്ളത്. അടുത്ത് മറ്റൊരു സംശയം തോന്നാം. വീട്ടിൽ ഈ പെൺകുട്ടിയല്ലാതെ പ്രായപൂർത്തിയായ ആൺമക്കളുണ്ട് ഈ സ്ത്രീക്ക്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിനുള്ള അപേക്ഷ കൊടുക്കാമോ? കൊടുക്കാം. പ്രായപൂർത്തിയായ ആൺമക്കളുണ്ടെങ്കിലും പ്രായപൂർത്തിയാകാത്ത മറ്റ് കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഈ സ്ത്രീക്ക് ഇതിന് അപേക്ഷ കൊടുക്കാം. അപേക്ഷ നൽകേണ്ടത് ആരാണ്? പെൺകുട്ടിയല്ല, പെൺകുട്ടിയുടെ മാതാവാണ് അപേക്ഷ കൊടുക്കേണ്ടത്. വിധവയാണ്, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്, ഇല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് 7 വർഷമായ ഒരു വിവരവും അറിയാത്ത സ്ത്രീയാണ്. അവരാണ് അപേക്ഷ കൊടുക്കാൻ. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മറ്റാർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ കല്യാണം നടത്തിക്കൊടുക്കുന്ന ആളിന് അതിനുള്ള അപേക്ഷ കൊടുക്കാം. ഇനി അതിനും ആളില്ല എങ്കിൽ പെൺകുട്ടിക്ക് തന്നെ നേരിട്ട് അപേക്ഷ കൊടുക്കുകയും ആകാം. ഇതിന് അന്വേഷണം ഉണ്ടാകുമോ? രേഖകളെല്ലാം സമർപ്പിക്കപ്പെട്ട് അത് വെരിഫൈ ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അതിൻ്റെ മേൽ ഒരു അന്വേഷണമുണ്ടാകും. ആ രേഖകളുടെ വാസ്തവം അന്വേഷിക്കുന്നതിന് ഒരു അന്വേഷണമുണ്ടാകും. അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കാലതാമസം ഇല്ലെങ്കിൽ, അതായത് ഇതിന് അപേക്ഷിക്കുന്നത് 1 മാസത്തിനുള്ളിലാണെങ്കിൽ, വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ തുക ലഭിക്കും? 40 ദിവസമാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിയുന്നതും അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇത് ലഭിച്ചേക്കാം. എന്നാൽ കാലതാമസത്തിന് വേണ്ടി നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന പക്ഷം അതിന് കുറച്ചുകൂടി സമയം എടുത്തേക്കാം. കാലതാമസം മാപ്പാക്കുന്നത് ആരാണ്? ഇപ്പോൾ ജില്ലാ കളക്ടറാണ് 2 വർഷം വരെയുള്ള കാലതാമസം മാപ്പാക്കി നൽകുന്നത്. മിക്കവാറും കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോൺ ചെയ്ത്, അതായത് ഡിലേ കണ്ടോൺ ചെയ്ത് മാപ്പ് അപേക്ഷ പരിഗണിച്ച് തീർച്ചയായും റിപ്പോർട്ട് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിങ്ങളത് എന്തുകൊണ്ട് ഇതിന് അപേക്ഷിച്ചില്ല എന്നൊരു കാരണം നിങ്ങൾ കാണിച്ചാൽ മതിയായി. അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല, നമുക്കറിയുന്നില്ല, അതുകൊണ്ട് നമ്മളത് കൊടുക്കാൻ വിട്ടുപോയി, തിരക്കിലായിരുന്നു അതുകൊണ്ട് വിട്ടുപോയി, സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് വിട്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഏതെങ്കിലും രേഖപ്പെടുത്തി നിങ്ങൾക്ക് ഈ അപേക്ഷ കൊടുക്കാം. അപേക്ഷയുടെ തുക ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 30,000 രൂപയാണ്. അത് ചിലപ്പോൾ വർദ്ധിപ്പിച്ചേക്കാം. ഇപ്പോൾ നേരത്തെ വരുമാന പരിധി 20,000 രൂപയായിരുന്നു, അതിപ്പോൾ 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരുവിധം സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെല്ലാം ഈ തുക കിട്ടാൻ സാധ്യതയുണ്ട്. വിധവകളുടെ പെൺമക്കൾക്കുള്ള ധനസഹായ പദ്ധതിയാണിത്. ഇതിന് അപേക്ഷിക്കാൻ മറക്കാതിരിക്കുക. ഇത് ഷെയർ ചെയ്താൽ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് 30,000 രൂപയൊക്കെ വലിയ കാര്യമാണ്. അവർക്ക് ഒരു 30 രൂപ പോലും ഏറ്റവും വലിയ ഭാഗ്യമായി കിട്ടാൻ ലഭിക്കുന്ന, സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഒരു വലിയ കാര്യമായി പരിഗണിക്കുന്ന കുറേ ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊരു സഹായം കിട്ടുന്ന ഈ ധനസഹായ പദ്ധതിയെക്കുറിച്ച് മറ്റുള്ളവരറിയാൻ ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക. ഇത്തരം വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.